ബർത്ത്ഡേ ബാസ്ക്യൂ. എടാ ക്യൂട്ടാണ്. ഇന്നത്തെ സെലിബ്രിറ്റി ആരാ? എന്റെ സ്വന്തം മാക്കുവാണ്. ഇത് മാലയൊക്കെ ഉണ്ടല്ലോ കഴുത്തല്ല. അതിനമ്മച്ച പുളിയാണ്. അമ്മച്ച എന്റെ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ ഇരുന്നോ. വെൽക്കം ടു വിൻഡോസ് ഡ്രീംസ്. ഹായ് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാനേ പതിവ് പോലെ അടുക്കളയിലാണ് കേട്ടോ. പക്ഷെ ഇന്നൊരു പ്രത്യേകമായ സ്പെഷ്യൽ ദിവസമാണ്. ഇന്ന് നമ്മുടെ ബാസ്ക്യമോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബാസ്ക്യവിന്റെ ബർത്ത്ഡേ ഞങ്ങൾ അങ്ങടെ ആഘോഷപൂർവമായിട്ട് കൊണ്ടാടാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കുവാണേ. ബാസ്ക്യമോനും പാല് വലിയ ഇഷ്ടമാണ്. കുറച്ച് പായസമൊക്കെ അവൻ കുടിക്കും. അപ്പോൾ നമ്മൾ പായസം ബാസ്ക്യമോന്റെ ഒരു വിശേഷത്തിനൊക്കെ നമുക്ക് ഇച്ചിരി മധുരമൊക്കെ ഉണ്ടാക്കി നിർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ പട്ടിക്കൂട്ടിനെ കൊണ്ട് എനിക്ക് ഉപകാരമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. യാതൊരുവിധ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ബാസ്ക്യമോന് ഭയങ്കര സ്നേഹവും കെയറിങ്ങും അതുപോലെ നമ്മളോട് ആത്മാർത്ഥമായ സ്നേഹവും അതിൻ്റെ കുറച്ചെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പം മൃഗമാണ്, അവർക്കറിയത്തില്ല അവരുടെ ബർത്ത്ഡേ ആണോ നമ്മളത് ആഘോഷിക്കുന്നുണ്ടോ എന്നൊന്നും അവർക്കറിയത്തില്ല. പക്ഷെ നമുക്കറിയാലോ, അവർക്കറിയില്ലെങ്കിൽ നമുക്കറിയാലോ. അപ്പം നമ്മൾ പരമാവധി അവരെ അങ്ങ് ഹാപ്പി ആക്കുക, അത്രയേ ഉള്ളൂ. ബർത്ത്ഡേ ബോയ് ഇവിടെ ഒന്നും അറിയാതെ ഡൈനിങ് ടേബിളിൻ്റെ അടിക്കറി ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ച് തന്നെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ബലൂണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളു കേട്ടോ. വലിയ ആഡംബരമൊന്നുമില്ല. പിന്നെ ബാസ്ക്യമോന്റെ എൻ്റെ മോൻ വന്നല്ലോ, ആ ചക്കരക്കുട്ടൻ വന്നല്ലോ, തക്കടുമുണ്ടൻ വന്നല്ലോ, പഞ്ചരക്കള്ളം വന്നല്ലോ. പിന്നെ അവളെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയൊക്കെ നിർത്തിയിരിക്കുന്നതാണേ. അവനെ അവളെ സുന്ദരനാക്കി എടുത്തേക്ക്. ഇനി അവനെ നമുക്കൊന്ന് അണിയിച്ചൊരുക്കാനുണ്ട്. പ്രത്യേകിച്ച് വലിയ അണിയിക്കലൊന്നുമില്ല. അവന് ഡിസ്റ്റർബ് ആകാത്ത രീതിയിൽ തന്നെയായിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ എന്താ ഞാനീ കിടന്ന് പറയുന്നതെന്ന് കേട്ടോ. അവൻ ഇങ്ങനെ നോക്കിയത് വന്നിട്ട് നിർത്താതെ പറയുന്നതേ ആരോടാണെന്നോ നോക്കിയേ. കൂട്ടുകാരെ, അപ്പം നമ്മളിന്ന് തൊടുപുഴ പോയിട്ടുണ്ടായിരുന്നു. ബാസ്ക്യുവിൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങണമായിരുന്നു. കൂട്ടത്തിൽ നമ്മൾ ആൻസക്കുട്ടനെ ആദ്യമായിട്ട് തിയേറ്ററിലും കൂടെ കയറി കാണിച്ചു. മോഹൻലാല് എന്താ പറയണേ, അത്ഭുത മാന്ത്രിക പ്രതിഭാസത്തിൻ്റെ നേര് എന്ന മൂവിയാണ് കേട്ടോ കണ്ടത്. ആൻസക്കുട്ടൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫാൻസൂട്ടിന് പറയാം, ഞാൻ ആദ്യമായിട്ട് കണ്ടത് മോഹൻലാലിൻ്റെ സ്വന്തം തിയേറ്ററിലിരുന്ന് ആശീർവാദ സിനിമാ കോംപ്ലക്സിലിരുന്ന് പ്രണവ് എന്ന് പറയുന്ന തിയേറ്ററിലിരുന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് മൂവി കണ്ടെന്ന് അഭിമാനത്തോടു കൂടി ആൻസൂട്ടിന് പറയാൻ പറ്റും. നല്ല അടിപൊളി പടമായിരുന്നു കേട്ടോ. അത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രത്യേകിച്ചും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. എങ്ങനെയാണ് സമൂഹത്തിൽ ബോൾഡായിട്ട് നിൽക്കേണ്ടത്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ള പെൺകുട്ടികളെ മനസ്സിലാക്കുന്ന നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. എല്ലാവരും പോയി കാണണം. അടിപൊളി മൂവിയായിരുന്നു. അപ്പോൾ അത് പായസത്തിന് വെച്ച പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ബ്രദേഴ്സ് ബേക്കറിയിൽ കയറിയാണ് നമ്മൾ പായസക്കൂട്ടും അതുപോലെ തന്നെ കേക്കും ഒക്കെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് വെർമിസെല്ലി ഖീർ മിക്സാണ്. നിറബറയുടെ ആണ് കേട്ടോ. നിറബറ നല്ല ബ്രാൻഡാട്ടോ. പാലിൻ്റെ മണമടിച്ചിൻ്റെ ചിക്കൻ വരുന്ന വരവ് കണ്ടാ. എൻ്റെ ചിക്കന് വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി പാല് മാറ്റട്ടെ കേട്ടോ. അത് നമുക്ക് പാല് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കവന് കുറച്ച് പാല് കോരി മാറ്റിയിട്ട് അവന് പാല് തന്നെയായിട്ട് കുടിക്കാൻ കൊടുക്കാം. തരാട്ടോടാ. അയ്യോ, പാലിപ്പോൾ തിളച്ച് തൂവും. അതിനൊക്കെ സേവയാണ് കേട്ടോ. ഇപ്പോൾ പാലിപ്പോൾ തിളച്ച് തൂവിയാണ്. ഇതാ വെർമിസെല്ലി മിക്സ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടോ. ഇതിനൊരു 10-15 മിനിറ്റ് ഇളക്കി പായസമാക്കാം. ഇതാ ബാസ്ക്യുവിന് വേണ്ടി കുറച്ച് തിളപ്പിച്ച പാല് മാറ്റിയിട്ടുണ്ട്. ആ ചൂട് ആറിക്കഴിയുമ്പോൾ നമുക്ക് അവന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വെർമിസെല്ലി എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇതിനെ അങ്ങോട്ട് തട്ടി മറിഞ്ഞ് കുടഞ്ഞങ്ങ് ഇട്ടില്ലെങ്കിൽ. പിന്നെ ഇന്ന് നമ്മൾ തിയേറ്ററിൽ വെച്ചൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സബ്സ്ക്രൈബർ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആൻസൂട്ടന് ഇതെൻ്റെ ഷൂ അല്ലേ. അപ്പം എൻ്റെ ഷൂ കണ്ടപ്പോൾ ആൻസൂട്ടന് ഭയങ്കര വിഷമം. ആൻസൂട്ടന് ഷൂ ഒക്കെ വാങ്ങാൻ പോയപ്പം അവൻ പറഞ്ഞു എനിക്ക് ഈ മോഡൽ വേണ്ടെന്നും പറഞ്ഞ് അവൻ എന്നെ കൊണ്ട് വേറൊരു ചെരുപ്പ് എടുപ്പിച്ചതാണ്. ഞാനിതെടുത്ത് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര വിഷമം. അങ്ങനെ ഞാൻ ആൻസൂട്ടനിൽ നിന്ന് വേറൊരു ഷൂ വാങ്ങിച്ചു കൊടുത്തു. ടെങ്ടടേ. ഇതിപ്പം വെച്ച് നോക്കിയപ്പം എനിക്ക് ആൻസൂട്ടനും സെയിം ആണ് കേട്ടോ. കാലം ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരെ, ഞാൻ ചെറിയ മനുഷ്യത്തിയാണ്. എനിക്ക് ഒത്തിരി വണ്ണോ ഇല്ല, പൊക്കോ ഇല്ല, നീളോ ഇല്ല കേട്ടോ. വീഡിയോയിൽ മുഴുപ്പ് തോന്നുന്നതായി ആൻസൂട്ടൻ എൻ്റെ ചെരുപ്പും പാക, എനിക്ക് ആൻസൂട്ടൻ്റെ ചെരുപ്പും പാകമാണ് കേട്ടോ.
അപ്പം അത് നമ്മുടെ പായസം ഇവിടെ ഇട്ട് ഇളക്കുകയാണ്. അപ്പോൾ പാലിൻ്റെ സ്മെല്ലടിച്ചപ്പം നമ്മുടെ പാല് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാസ്കിമോന് കൊടുക്കാനായിട്ട്. ചൂടോടുകൂടി അവൻ കുടിക്കത്തില്ലല്ലോ. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ, ചൂടാറുമ്പോൾ നമുക്കെടുത്ത് കൊടുക്കാം. മീൻ കറി മീൻ ഫ്രൈ ഒക്കെ വെച്ചതിൻ്റെ ആണ് കേട്ടോ ഇതിങ്ങനെ കിടക്കുന്നത്. നമ്മൾ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതേ മീൻ കറി വെച്ചതാണ്, അയലക്കറിയാണ് കേട്ടോ. തൊട്ട് നോക്കിയിട്ടില്ല. മീൻ ഫ്രൈയും അവിടെ ഇരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. കറി നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മീൻ കറി മീൻ ഫ്രൈ ആണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മളാണെങ്കിൽ തൊടുപുഴ പോയേക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ പച്ചക്കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോ നമ്മുടെ ബാസ്കിമോൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്ന ഒന്നുമില്ല കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറയാനായിട്ട് അവനിപ്പോൾ ഗിഫ്റ്റ് കൊടുത്താൽ അത് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത കുട്ടിയാണല്ലോ എൻ്റെ കുഞ്ഞു മക്കുവാവേ. അതിനറിയത്തില്ല അതിൻ്റെ ബർത്ത്ഡേ ആണോന്ന് മിറ്റ് പാവം. പക്ഷെ നമുക്കറിയാമല്ലോ, അവനറിയില്ലെങ്കിലും നമുക്കറിയാമല്ലോ. ഞാൻ അത്രയും നോക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ വെർമസിലിയൊക്കെ ശരിക്കും വേവണം. ഞാനിപ്പോൾ അവസാനമായിട്ട് പായസം കുടിച്ചത് അഞ്ജുവിൻ്റെ ബർത്ത്ഡേക്ക് അവളുടെ വീട്ടിൽ പോയപ്പോഴാണ്. അവൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് കേട്ടോ അവളുടെ വീട്ടിലെ മൂത്ത കുട്ടി. പിന്നെ ഇളയത് 2 ഇരട്ടപ്പെൺകുട്ടികളാണ്. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പം അഞ്ജുവിനുണ്ടായതും ഇരട്ടക്കുട്ടികളാണ്. അങ്ങനെ ട്വിൻസ് ഫാമിലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളുടെ വീട്ടിൽ ചെന്ന് ഞങ്ങളെന്ന് വിളിക്കാറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കണ്ടിട്ട് കുറേ നാളായിരുന്നു. ഇത്ര അടുത്താണെങ്കിൽ പോലുമേ അവൾ വീട്ടിലുണ്ടാകുമ്പോൾ ഒന്നും ഞാനങ്ങനെ ഇറങ്ങാറില്ല. അങ്ങനെ ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സെൻറ്റി ആയിപ്പോയി. പിന്നെ ഞാനാണെങ്കിൽ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ തൊടുപുഴ എല്ലാം പോകണമായിരുന്നു. അങ്ങനെയായിട്ട് പോയതാണ്. അപ്പോൾ പോയപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചോണ്ട് പോയി. ബർത്ത്ഡേക്ക് അവൾക്കാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്ത് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. അങ്ങനെ അവളുടെ വീട്ടിൽ നിന്നാണ് സേമിയ പായസം കുടിച്ചത് കേട്ടോ. അവിടെ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവളുടെ മമ്മി നിർബന്ധിച്ച് സേമിയ പായസം കുടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയാലോ എന്ന് ചോദിച്ച് സേമിയ പായസമൊക്കെ കുടിച്ചു. അതാണ് നമ്മൾ അവസാനമായിട്ട് സേമിയ പായസം കുടിച്ചത്. അതിന് മുമ്പായിട്ട് പിന്നെ കുടിച്ചത് എന്നായിരുന്നു, നമ്മൾ ഇന്നാളെന്നോ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ. അങ്ങനെ പായസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സേമിയ പായസമാണ് കേട്ടോ. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി. ഞാൻ വീട്ടിലിടയ്ക്കിടയ്ക്ക് ചെറുപയർ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാനിപ്പോൾ അതൊന്നും ഉണ്ടാക്കാത്തത്. എന്തുണ്ടാക്കി വെച്ചാലും കഴിക്കാൻ ആരുമില്ലെന്നേ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ വെച്ച സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചേക്ക് പോരാനായിട്ട് വണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് അപ്പം ഒരു ചേച്ചിയെ കണ്ടു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതിൻ്റെ മോള് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ടോ. ചെറിയ പിള്ളേർക്ക് വരെ നമ്മളെ ഇഷ്ടമെന്നൊക്കെ അറിയുമ്പോഴേ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട്. രാവിലെ പോകുമ്പോൾ തൊട്ടേ എനിക്കിന്ന് തലവേദന ഉണ്ട്. അത് പാൻസൂട്ടൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം മേത്ത് നല്ല ചൂടല്ലായിരുന്നോ, അതുകൊണ്ട് പറഞ്ഞിട്ട് കേൾക്കാതെ തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പോൾ പനി വരുന്നതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ 2 ഗുളികയും കൂടെ കഴിക്കണം. സിട്രസണും നെഫ്താളും. ജലദോഷം മൂക്കടന്നിട്ടുണ്ട് കേട്ടോ. ഗുളിക കഴിച്ചിട്ട് വേണം നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്കൊക്കെ പോകാൻ. അപ്പം ആൻസൂട്ടൻ ബലൂൺ വീർപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കാര്യം കണക്ക്. എനിക്ക് ഏതായാലും ബലൂൺ വീർപ്പിക്കാനൊന്നും വയ്യ. പായസം ഉണ്ടാക്കി വെച്ചിട്ട് വേണം ബലൂണൊക്കെ വീർപ്പിച്ചിടാൻ. അപ്പോൾ കെട്ടിയിടുമൊന്നും വേണ്ടല്ലോ, ഇതിലേക്ക് കുറച്ചങ്ങ് ഇട്ടാൽ മതി. അവിടെ ബാസ്കിമോൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് കേട്ടോ. ബാസ്കിമോന് നമ്മൾ പാല് കൊടുക്കുവാണ് കേട്ടോ. അത് കുടിച്ചോ, ചൂടാണേ, ചൂടാറിയിട്ട് കുടിക്കാട്ടോ. ചൂടാണേ, അത് ചൂടാണേ. പുല്ലാണേ ചൂട്, ഞങ്ങൾക്ക് പുല്ലാണേ. ബാസ്കിമോന് പുല്ലാണേ. അല്ല പുല്ലല്ല, ചൂടാണാവുള്ളൂ. ഇവിടെ ആണെങ്കിലേ കൂട്ടുകാരെ മഴ പെയ്യുക. നല്ല വേനൽക്കാലാണേ, മഴ പെയ്യുന്ന. എന്തോ ചെയ്യാനാന്ന് പറ. ഓർക്കാപ്പുറത്തൊരു മഴ, വേനൽ മഴ എന്ന് പറയാം അല്ലേ. അപ്പം 2024 ആദ്യത്തെ മഴയാണ് കേട്ടോ. 2024 ആദ്യത്തെ മഴ നമ്മുടെ ബാസ്കിമോൻ്റെ ബർത്ത്ഡേക്കാണ് കേട്ടോ. ബാസ്കി എന്നല്ല കേട്ടോ, ബാസ്ക്യൂ എന്നാണ് കേട്ടോ. QUE അങ്ങനെയാണ് അവൻ്റെ സ്പെല്ലിങ്. BASQUE. ബാസ്ക്യൂ ഷെപ്പേർഡ് ബ്രീഡാണ് കേട്ടോ. അതുകൊണ്ട് ബ്രീഡ് നെയിം തന്നെ അങ്ങനെ ഞാനങ്ങ് വിളിക്കാമെന്ന് വെച്ചാൽ വിളിച്ചപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേരവനങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തു. അവൻ്റെ കേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ പോയി ബലൂണൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. ആൻസൂട്ടൻ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് തരുകയാണ് കേട്ടോ. ഞാൻ ബലൂണ് ഇവിടെ എവിടെയാടാ നീ ഇതൊക്കെ ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞതാ. ഇത് ബാസ്കിമോനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. കെട്ടട്ടോ, എനിക്ക് തരാം. പേടിയുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തു തുടങ്ങിയത് ആൻസൂട്ടൻ വന്ന പിന്നെയാണ് കേട്ടോ. ആകാശ ഊഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഞാൻ ആകാശ ഊഞ്ഞാലിൽ കയറിയിട്ടുണ്ടടാ. ടൂറ് പോയപ്പോ 9ാം ക്ലാസ്സിൽ നിന്ന് ആടണതാ. ഞാൻ എന്തിലൊക്കെയാ കയറിയിട്ടുണ്ട്, കയറി മടുത്തും പോയിട്ടുണ്ട്.
പക്ഷെ അതൊക്കെ രാത്രിയായിരുന്നു. ഊട്ടിയിലുള്ള ഏതോ ഒരു ഇതുപോലെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് പോയത്. മാത്യു സാറൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചു കഴിഞ്ഞിട്ട് അത്താഴം ആരും കഴിച്ചില്ല. രാത്രിയിൽ ഫുഡ് കഴിക്കാൻ കഴിച്ചിട്ട് സാർ ഞങ്ങളോട് പറഞ്ഞു മതിയാവോളം ആസ്വദിക്കാം, പക്ഷെ മടുക്കോളം ഒന്നും ആസ്വദിക്കരുതെന്ന്. മാത്യു സാറ് പാലക്കാട് മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ആ സാറ് പറഞ്ഞു. അന്ന് പറഞ്ഞത് ഞങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇതെന്ത് ബലൂണാടാ? ആൻസോടൻ അല്ലാത്ത ബാസ്കക്കുട്ടൻ ഈ ബലൂണെല്ലാം കണ്ടിട്ട് പേടിച്ച് ഓടാതിരുന്നാൽ മതിയായിരുന്നു കേക്ക് മുറിക്കുമ്പോൾ. ഇതിങ്ങനെ കടിച്ച് തിന്നാൻ തോന്നുവാടാ. ചുരക്ക പോലെയുണ്ട്, ചുരക്ക. ഇതിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ വായുവിലിങ്ങനെ ഉയരുന്നത് പോലെ തോന്നും. ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി. അതും അങ്ങനത്തെയാണോടാ? ഇതെല്ലാം ഇങ്ങനത്തെ ആയിരിക്കും. നമ്മൾ പകുതി വീർപ്പിച്ചുള്ളത്. എനിക്ക് മാറാ ചെവിട. എനിക്ക് ഭയങ്കര പേടി സാധനം. അവിടെ വെക്കടാ. എടാ അവന്റെ ബർത്ത്ഡേ ഒക്കെ ഉള്ളതല്ലേടാ. അമ്മച്ചി അവിടെ ഇരുന്ന് ഡയലോഗ് അടിക്കുകയാണ് കൂട്ടുകാരി. ഇതോ ഇരിക്കുന്നു ഡയലോഗ് അടിക്കുന്ന കളിപ്പത്തി. ദറ്റ് ഈസ് കളിപ്പത്തി. അമ്മച്ചി എന്ത് പറയുന്നു അമ്മച്ചിക്ക് പോലും അറിയത്തില്ല. അതുപോലെ അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയും. എന്നാ അമ്മച്ചി നോക്കിയിട്ട് മുഖം മാറ്റി കാണുന്നത്. കൂട്ടുകാരെ ഞാൻ അപ്പോൾ 2 ഗുളിക കഴിച്ചിട്ടുണ്ട്. മെക്താളും സിട്രസാണ്. രണ്ടും കഴിച്ചത് ജലദോഷവും പനിക്കും തലവേദനയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. എടാ ഇറാ ഇനി ഉണ്ടോ വീർപ്പിക്കാൻ? വീർപ്പിക്കണുണ്ടോ? പോരെ, ഇത് പോരെ. അത് മതിയുടെ അച്ഛാ. നമുക്ക് ബർത്ത്ഡേ ബോയിനെ കട്ടിലെ കൊണ്ടിരുത്തിട്ട് ബലൂണൊക്കെ ചുറ്റുവിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ബർത്ത്ഡേ ഫോട്ടോസ് മതിടാ. ചെറുക്കൻ ബലൂൺ കുമ്പളങ്ങ പോലെ വീർപ്പിച്ചോണ്ട് വന്ന് കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയിട്ട് ടേബിള് നിറച്ച് ബലൂണായി ഇല്ലടാ ആൻസോട്ടാ. എവിടെ ആൻസോട്ടാ? അവിടെ ലോലിപ്പോപ്പ് ബാസ്കുവിന് പ്രിയപ്പെട്ടതാണ്. എൻ്റെ ബാസ്കുവിന് വേണ്ടി ലോലിപ്പോപ്പ് വാങ്ങിച്ചേക്കുന്നത്. കേക്ക് ബാക്കി കഴിക്കുമെന്ന് പറഞ്ഞാൽ മറ്റേ മുന്തിരിങ്ങ ഒക്കെ ഉള്ള പ്ലം കേക്ക് ബാസ്കുവിന് ഇഷ്ടം. പക്ഷെ മുന്തിരിങ്ങ അങ്ങനെ ഓവറായിട്ട് കൊടുക്കാൻ കൊള്ളത്തില്ലേ. പട്ടികൾക്ക് കഴിക്കാൻ പാടില്ലാത്ത കുറേ അവോക്കാഡോ മുന്തിരിങ്ങ ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇതാ വാങ്ങിയത്. വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാട്ടോ വാങ്ങിയേക്കുന്നത്. അവൻ കഴിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ എന്താ ചെയ്യും? എടാ അവൻ കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂടാ? ഒരു കാര്യം ചെയ്യാം. അവൻ്റെ ക്യാപ്പ് അങ്ങ് എടുത്തോണ്ട് പോവാ. പോയി നിനക്കറിയാവോ അവിടെ ഇരിക്കണേന്നാ? എന്നാ പോയി എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാടാവേ. എടുത്തോണ്ട് വാടാ. മണിച്ചിത്രത്താഴ് ചുരിദാറൊക്കെ ഇട്ട് അമ്മച്ചി ഇങ്ങനെ ഇരിക്കുവാണ്. നൈറ്റി, മണിച്ചിത്രത്താഴ് നൈറ്റി. മലയിട്ടാ ബാസ്കേ. എൻ്റെ പൊണ്ണോ ഇടാറായിടാ. ഈൻ്റെ പൊണ്ണോ ഹാപ്പി ബർത്ത്ഡേ ബോയ് ആണോ ഇത്? ഹാപ്പി ബർത്ത്ഡേ ബോയ്. ഈൻ്റെ പൊണ്ണോ ഇടാറായിട. 2 ചെവിയിടം പുറകോട്ട് വെക്കേ. 2 ചെവിയിടം പുറകോട്ട്. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ വാവേ. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ. എന്താ ക്യൂട്ടാണോ? ഇവൻ തൊപ്പിയൊക്കെ വെച്ചപ്പോ എന്തൊരു ക്യൂട്ടാണോ. അതേ വന്ന് മടിയിലേക്ക് കയറണ. അതവിടെ വേണ്ട ഇപ്പൊ കൊടുക്കണ്ട. അത് ഇപ്പഴല്ലാതെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. എടാ ഒന്ന് നോർമലായിട്ട് വെക്കടാ. എന്റെ പൊണ്ണോ ആരായി കേക്കണത്? ആരായി കേക്കണത്? കാപ്പി ബർത്ത്ഡേ പോയാണ് ഈ കേക്കണത്. ആരായി കേക്കണടാ? ഇതെങ്ങോട്ടേ കൊണ്ടുപോകണം? ഞാൻ കേക്ക് മുറിക്കാൻ പോവാ. അവനവിടെ കയറി ഇരുന്നല്ലേ ഉള്ളൂ. ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. കേക്ക് മുറിക്കാം ആദ്യം പോയിട്ട്. ഒന്ന് വരാമോ? നമുക്കൊരു കേക്ക് മുറിക്കാനുണ്ടായിരുന്നു. സെലിബ്രിറ്റിയാ ഇന്നത്തെ സെലിബ്രിറ്റി. അതിൻ്റെ സെലിബ്രിറ്റിയെ ഒന്ന് വരാവോ? സെലിബ്രിറ്റിയെ
ഈ ഇന്നത്തെ സെലിബ്രിറ്റി ആരാ? എന്റെ സ്വന്തം മാക്കുവാണ്. ഇത് മാലയൊക്കെ ഉണ്ടല്ലോ കഴുത്തല്ല. തുന്തരനായ കുളിച്ചൊക്കെ കഴിഞ്ഞ് തുന്തരൻ സെലിബ്രിറ്റി ആട്ടാ. വാ കിടക്കണ കിടപ്പ് നോക്കിക്ക്. അയ്യോടാ അവൻ കിടക്കുന്നത് നോക്ക. വാ വാ വാടാ വാ എണീക്ക. ഓ ഇതിപ്പോ ഒരിക്കലും വയ്യാത്തൊരു ക്ഷീണമാണല്ലോ ഇന്ന്. ഓ തൊപ്പിയൊക്കെ വെച്ച് കിടക്കുക. എൻ്റെ പോഞ്ഞോ കൂട്ടുകാരെ. അപ്പതാ നമ്മുടെ കേക്ക് കാണിച്ചു തരാവേ. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യോ. ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ മുട്ടിക്കണ്ട മുട്ടിക്കണ്ട. ഇവിടെ എന്നതാ ഇരിച്ചണതാ? ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ എന്നാണോ എഴുതിയേക്കണത്? അത് മാറ്റാം അങ്ങോട്ട്. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ. എൻ്റെ പുന്നോ ഇവിടെ ആരുടെ ബർത്ത്ഡേ എനിക്കൊന്നും അറിയാൻ പാടില്ല. വേണ്ട ബാസ്കിമോൻ്റെ കേക്കാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയണേ. കേക്ക് എങ്ങനെയുണ്ടെന്ന്. വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ വാങ്ങിയത്. ബർത്ത്ഡേ ബോയിയുടെ ചങ്ക് ബ്രോയും കൂടെ ആണ് ഇരിക്കുന്നത്. 2 ബ്രോയാണ് കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ പൊന്നോ എൻ്റെ പൊന്നമോ എൻ്റെ കുഞ്ഞമോ എല്ലാവരും ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ ചങ്ക് ബ്രോയെ മൊത്തത്തിലൊന്ന് മണത്തൊക്കെ നോക്കുവാണ്. എൻ്റെ പൊന്നോ ഈ ചങ്ക് ബ്രോകളുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ബാസ്കിയേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ ഹാപ്പി ബർത്ത്ഡേ ടു യു. ബാസ്കി ഇവിടെ നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ബാസ്ക്യൂ. നീ എന്നോട് ഒന്നും പാടാത്തെ? ഹാപ്പി ബർത്ത്ഡേ ടു യു കൊടുക്കണ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ ആവേ. എന്തിനാ അത്ര മുഴുപ്പിനെടുത്തതാ? എന്തിനാ ഒരു പൂ അടക്കെടുത്തത്? അതിനൊരു ഇച്ചിരി എടുത്ത് കൊടുത്താൽ പോരായിരുന്നോ? ബാസ്ക്യൂ ബാസ്ക്യൂ ബാസ്ക്യൂ. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ കുഞ്ഞാവേ. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ. എൻ്റെ പൊന്നോ ഇവിടെ ആറ് കേക്ക് കഴിച്ചണതാ? ഇവിടെ ആരാണ് കേക്ക് കച്ചണത്? എൻ്റെ പൊന്നോ ഇവിടെ ആരാ ഈ കേക്ക് ഇങ്ങനെ കച്ചണത്? ഞങ്ങളുടെ സ്വന്തം വാക്കുവാണ് ഈ കേക്ക് കച്ചണത്. അയ്യോ ഇത് കേക്ക് അത് ഞങ്ങള് ബർത്ത്ഡേ ആണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് കേക്ക് അങ്ങടെ പേരത്ത് ഇഷ്ടപ്പെട്ടു. ഒരു കഷ്ണോടെ മുറിച്ച് കൊടുക്കടാ ബാസ്കിവേ. എന്നാ ഞാൻ കൊടുക്കട്ടടാ. ഞാൻ കച്ച വച്ച് തിന്നന്നേ. എൻ്റെ പൊന്നോ ഞങ്ങളിത് മുഴുവനും കഴിക്കുന്നേ. ഒരുമിച്ച് കഴിക്കും. ഞങ്ങൾ എന്തോരം വേണേലും കേക്ക് കച്ചോളൂ. ഇന്ന് ബാക്കുവിൻ്റെ ദിവസമാണ് എൻ്റെ പോണ് ബാക്കു. ഞങ്ങൾ പാല് കുടിച്ചില്ലെങ്കിൽ ശരി ഞങ്ങൾ കേക്ക് കഴിക്കും. ഇന്റെ പൊണ്ണോ ഇന്ന് വാക്കുവിന്റെ ദിവസമാണോ? ഈ കേക്ക് മൊത്തം വാക്കും. എന്നാ ഇത് കൊടുത്തോ. ഒത്തിരി കൊടുക്കണ്ട കേട്ടോ. കൊടുത്താൽ മതി. ഒത്തിരി ഓവറായിട്ട് കൊടുക്കണ്ട. ആ ഇതിപ്പോ വൈറ്റ് ഫോറസ്റ്റ് അവനങ്ങ് പേരത്ത് ഇഷ്ടപ്പെട്ടു പോയല്ലോ. എന്റെ വാക്കുവേ ഇങ്ങനത്തെയൊക്കെ പുറത്തിടെ വന്നാൽ എന്തോ ചെയ്യണേന്ന് പറ. തൊപ്പിയും വെച്ചോണ്ടിരുന്നോണ്ട് കേക്ക് തിന്നോണ്ടിരിക്കണം. ഇന്റെ പൊണ്ണോ എന്നാ ഇന്റെ പൊണ്ണോ ഇന്റെ പൊണ്ണോ ഞങ്ങളുടെ സ്വന്തം വാക്കുവിനെ എല്ലാരും കണ്ടോ കൂട്ടുകാരെ? ഞങ്ങളുടെ ബർത്ത്ഡേ ബോയിനെ എല്ലാരും കണ്ടോ കൂട്ടുകാരെ? ഞങ്ങൾ നിലത്ത് കിടക്കണത് പോലും ഞങ്ങൾ വേസ്റ്റ് ആക്കത്തില്ലെന്നാ പറയുന്നത്. കേക്ക് നോക്കി കേട്ടോടാ. ബാസ്ക്യൂന് കേക്ക് വരത്ത് ഇഷ്ടപ്പെട്ട്. ബാസ്ക്യൂന് കേക്ക് ഇഷ്ടപ്പെട്ട്. എൻ്റെ ബാസ്ക്യൂന് കേക്ക് വരത്ത് ഇഷ്ടപ്പെട്ട്. ഇന്റെ പൊന്നോ ഞങ്ങൾക്ക് ഇനി ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടേ. ഇങ്ങോട്ട് നോക്കിക്കേ. ക്യാമറ നോക്കൂല. ഞങ്ങൾക്ക് ക്യാമറ നോക്കണതേ പണ്ടോ ഇഷ്ടമല്ല. ഞങ്ങളിങ്ങനെ കൂനിക്കൂടി ഇരിച്ചത്തേ ഉള്ളു. എൻ്റെ പൊണ്ണോ ഞങ്ങളൊന്ന് ഇറങ്ങിപ്പോട്ടേന്നേ. ഇങ്ങനെ ക്യാമറ കാണിച്ച് അപമാനിക്കല്ലേ. വീഡിയോ എടുക്കുകയാണെങ്കിലേ തോയിച്ചിട്ടൊക്കെ എടുക്കണം. ഞങ്ങൾ സെലിബ്രിറ്റി അല്ലേ. ഞങ്ങൾ സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി കേക്കിലേക്കാ ചേർക്കണ്ടേ. നോട്ടോ വാ ഇറങ്ങിക്കുവാണ്. ഇന്റെ പോണോ ഇതാരാണ് ഈ തൊപ്പിയും വെച്ച് അടക്കണത്? ശുണ്ടരിയാണല്ലോ ഇത്. ശുണ്ടരിയാണേ. മമ്മിയെ ബാസ്കി മമ്മി ഇങ്ങനെ നോക്കിയാൽ മമ്മി ഇല്ല വേറൊരു പ്രത്യേകത ഉണ്ട്. ബാസ്കെന്ന് വൈകിച്ച് തൊപ്പി. ഞങ്ങൾ ഇന്ന് പിങ്ക് ബോയ്സ് ആണ്. പിങ്ക് ബോയ്സ്. ഇന്റെ പൊണ്ണോ ഇവിടെ ആരാണ്? ഞങ്ങളുടെ തീം തന്നെ പിങ്കാ. നിന്റെ തീം പിങ്കായിരുന്നു ഓർക്കണ്ട. ഇവിടെ ഇരിച്ചണുണ്ടാ? അങ്ങനെ ഇരിച്ച. എന്റെ പൊണ്ണോ എന്റെ ലുക്കാണോ? ബർത്ത്ഡേ കാണാൻ ഭയങ്കര ലുക്കാണ്. അതവിടെ ഇരിക്കട്ടെ.
ബർത്ത്ഡേ ബോയിനെ കാണാൻ ഭയങ്കര ലുക്കാ. ബർത്ത്ഡേ ബോയ് നക്കി നക്കിന്ന് കേക്കങ്ങ് നീക്കി വെക്കാം. കേക്കങ്ങ് നീക്കി വെക്കടാ. ഓവറായിട്ട് കൊടുക്കണ്ട. ഇതൊക്കെ ഓവറായിട്ട് കഴിക്കാൻ കൊള്ളില്ലായിരിക്കും ഡോഗ്സിന്. ഞങ്ങളുടെ ബോയിനെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ ബോയിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഏത് ഡോഗ്സ് ഉണ്ടോ? അല്ലേ, ഡോഗ്സിനുണ്ടോ? ഇങ്ങനെ ആരും ഇല്ലെന്നേ. ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങൾ ഇഷ്ടം പോലെ ബർത്ത്ഡേ ആഘോഷിക്കുന്നേ. ഞങ്ങൾ ബർത്ത്ഡേ അല്ല, ഞങ്ങളെല്ലാം ആഘോഷിക്കൂലടാ വാസ്കു. വാസ്കു സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല വാസ്കുവിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു ഇതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആകുന്നില്ല വാസ്കു. അവന് വീഡിയോ പിടിക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവന്റെ മുഖം നോക്കി അറിയാം. ഒരു ഉമ്മ വരുവോ? ഒരു ഉമ്മ വരുവോ വാസ്കു? ഇത്തോണ്ട് പോയിട്ട് ഞാൻ കട്ടിലേ കൊണ്ടുവിടാന്ന. അതിന്റെ പോഞ്ഞോ ഇത്തോണ്ടങ്ങ് പോട്ടെ. ഇതൊന്ന് പിടിക്കാൻ പോടാ. ഇവിടെ പിടി. ഞങ്ങൾ ഇത്തോണ്ട് പോവാൻ പോവാ ചെറുക്കനെ. ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഒന്നും അവനെ ഇത്തോണ്ട് പോട്ടെ. ഇതിന്റെ പോഞ്ഞോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ ഇരുന്നോ അവിടെ. എന്താ പോനോ? ഫാനൊക്കെ ഇട്ട് തരാം. ഞങ്ങള് ഫാനൊക്കെ ഇട്ടാ ഇരിക്കത്തുള്ളേ. ഞങ്ങള് ഫാനൊക്കെ ഇട്ടിരിക്കണ പിള്ളേരാണേ. തൊപ്പി വെച്ച് വീഡിയോ മേടിക്കണോണ്ട് പോകാൻ മൂടി വെക്കണം. അതാ ഇതിന് വീഡിയോ ഇഷ്ടമല്ല. എന്താ പട്ടിയ ബാസ്കി ഈ വീടിന്റെ ഐശ്വര്യം. സുന്ദരിയായിട്ടോ എന്റെ സുന്ദരിയായത്. സുന്ദരി കുട്ടിയായിട്ട മാറാ. ശുണ്ടലി കുട്ടിയാണല്ലേ ശുണ്ടലി. ബാസ്കി എനിക്കൊരു കേക്ക് തന്നില്ലല്ലോ. എനിക്കൊരു കഷണം തന്നില്ലല്ലോ ബാസ്കിയോ. എന്റെ ബാസ്കിയോ പാലും ഉണ്ട് പായസം ഉണ്ട്. ബാസ്കി ഏത് കുടിക്കും? പാല് കുച്ചു. കൂട്ടുകാരെ, ഞങ്ങളുടെ ക്യൂട്ട് ബോയിയുടെ ഫോട്ടോഷൂട്ടിലായിരുന്നു കേട്ടോ. ക്യൂട്ട് ബോയ് ആവി എടുത്ത് പരവേഷം എടുത്ത് കിടക്കുവാണ്. അപ്പം നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഫാനിട്ട് കൊടുക്കാൻ പോവാണ്. ബലൂൺ മാറ്റണേ മാറ്റിക്കളി മൊത്തം അതിൽ പറക്കും. പറന്ന് 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 പറക്കണേ കുഴപ്പമില്ല. ഇതിലേക്ക് കടന്നോട്ടെ. പൊട്ടിക്കോട്ടെ. മേശയിലൊക്കെ കൊണ്ടുവയ്ക്കണം. എന്തിനാ അവിടെ എന്തിനു വെക്കാണ്? എടാ അതിൻ്റെ തലേന്ന് തൊപ്പി അങ്ങ് ഊരി കൊടുത്തേരടാ. അതിന് ഇറിറ്റേഷൻ ആയിരിക്കും ഇവിടെ. പതുക്കെ അതിൻ്റെ കണ്ണ് കളയല്ലേ. എൻ്റെ പൊന്ന സന്തോഷമായാ? ഇല്ല അല്ലേ? ഈ തൊപ്പി വെച്ചത് മാത്രം അങ്ങ് ശരിയായില്ല അല്ലേ? അല്ലേ ബാസ്കിയോ? ആ തൊപ്പി അങ്ങ് സെറ്റ് ആവണില്ല അല്ലേ ബാസ്കിയോ? ഇതിപ്പോൾ നല്ല രസമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ, ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ, ഹാപ്പി ബർത്ത്ഡേ ബാസ്ക്യൂ. മറ്റു പട്ടികളൊക്കെ കാണുമ്പോൾ അസൂയപ്പെടും ബാസ്ക്യൂ. നിനക്ക് മാത്രം ഇങ്ങനെ നല്ല അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് ബീഫ് ഫ്രൈ അല്ലത്തെ ഫിഷ് ഫ്രൈ ഒക്കെ കഴിച്ച് ഇതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയ ഏത് പട്ടികളാ ഉള്ളേ അല്ലടാ? എവറി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറയണത് ബാസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ളതെന്നാണ്. ആ ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്ന്. പറന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു ബലൂൺ അങ്ങ് പൊട്ടണം. ബാസ്കി ഓടി കിടന്ന് ബലൂൺ പിടിച്ചോ. ഒരു രസമല്ലേ? ആറാ അവനിച്ചിരി കാറ്റുകൊള്ളട്ടാടാ. ബാസ്കിയോ ഹാപ്പിയായി. എൻ്റെ കുഞ്ഞു ബാസ്കി ഹാപ്പിയായി ഇല്ലേ? ബാസ്കിയോ ചോദിച്ചാടാ ഹാപ്പി ആയോ എന്ന്? ബാസ്കി കൂട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ടും ബാസ്കി കൂട്ടൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ബാസ്കിയുടെ ഫോട്ടോഷൂട്ട് നടത്തിയത്. ഞാനിപ്പോൾ കേക്ക് മുറിച്ചോ. കേക്ക് മുറിക്കണില്ലേടാ? കൈ കഴുകണമൊന്നുമില്ലേ? എൻ്റെ ഒരു കയ്യിൽ പിന്നെ ഫോൺ ഇറങ്ങുന്നത് അതുകൊണ്ട് എന്നാ പ്രോബ്ലം. മച്ചിക്കണ്ടേ? വേണമെങ്കിൽ എടുക്കുന്നേ. അമ്മച്ചനെ എടുക്കാതെ വായി നോക്കി ഇരിക്കുന്ന എങ്ങനെ?
കലിപ്പന്റെ കാന്താരി. എനിക്കറിയാം നീ തന്നെ തിന്നത്തോളൂ, എനിക്കങ്ങനെ തരത്തില്ല. ദേവന്റെ കറി ചേർക്കണം, അടുത്ത് തിന്നാ. വാസ്തുവിന്റെ പേരെഴുതി വാങ്ങി അവിടെ ഇരുന്ന് കേക്ക. അല്ലാണ്ട് പട്ടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആരും കേക്കൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല. കഴിക്കണില്ല. അമ്മച്ചിക്ക് പട്ടിയുടെ ബർത്ത്ഡേ കേക്കെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിക്ക് ഒരു അറപ്പ്. എടുക്കുമ്പോ മര്യാദക്കൊക്കെ എടുക്കുമ്പച്ചേ അതിനമ്മച്ച പുളിയാണ്. അമ്മച്ചി എന്റെ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും പോലെ ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്നു. അതിങ്ങനെ ചോറൊന്നും പോലെ അങ്ങനെ കുഴച്ച് തിന്നല്ല, കടിച്ചു തിന്നത ഓരോ കഷ്ണങ്ങൾ എടുക്കാം. ബാസ്കുവിന്റെ പേര് പറഞ്ഞു ഇവിടെ കേക്ക് മുറിച്ച് എല്ലാരും നല്ല പോളിങ് കേട്ടോ. ഞാനടക്കാം. ബാസ്കു കാലുഭാഗം ബാസ്കുവിനെ കൊടുത്തു അല്ലേ? അത് മതി, ക്രീമൊക്കെ സുഖം ഉണ്ടാവില്ലായിരിക്കും. ഇയാളാ എല്ലാവർക്കൊന്നും കൊടുത്തില്ലടാ നമ്മുടെ ബാസ്കുവിന്റെ കേക്ക്. കേക്ക് കണ്ടാ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല സാറേ. അതും പ്രത്യേകിച്ചും BB കേക്ക്, ബ്രദേഴ്സ് ബേക്കറി. അതൊന്നും ഇതിപ്പോ നൈസായിട്ടൊന്ന് കുടയാൻ തുടങ്ങി, അടിയിൽ നിന്ന് തട്ടിയാ മതി. ബ്രദേഴ്സ് ബേക്കറി അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കേക്ക്. ആ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലായത് ഒരു വർഷം ആൻസിന്റെ ബർത്ത്ഡേക്ക് വേറെ എവിടെ നിന്നായിരുന്നു കേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ പറ്റി. കൂട്ടുകാരെ നമ്മളെ അപ്പൊ ചോറൊക്കെ കഴിച്ചിട്ട്, ചോറ് കഴിക്കുന്ന വീഡിയോ ഇപ്പൊ എന്തെടുക്കാനാണ് അടുത്ത വീഡിയോ ഒന്നും എടുക്കാത്തത്. നമ്മള് ബാസ്കിമോനെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുവാണ് കേട്ടോ. ഫാൻ ഇട്ടിട്ടുണ്ട്, അതിന്റെ ഒരു സൗണ്ട് എന്താണെങ്കിലും ഡിസ്റ്റർബൻസ് ആകുമെന്ന് എനിക്കറിയാം. എന്നാലും ഭയങ്കര ചൂടാണ്. മഴയൊന്ന് തൂളിപ്പോയതേ ഉള്ളൂ, ഒന്ന് ചാറിപ്പോയതേ ഉള്ളൂ, ചാറ്റുമഴ പോലെ. അപ്പൊ ദാ എടുത്ത് കൊടുക്ക. പാവം അത് എഴുന്നേറ്റിരുന്ന് നോക്കുന്ന. അപ്പൊ അത് പേടിച്ചിറങ്ങി പോകും. ലോലിപ്പോപ്പ് വേണോ മുട്ടേ? എന്റെ മുട്ടേ, എന്നെ കൊന്നുമുട്ടേ. ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ബാസ്കിമോന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു. കൂട്ടുകാരെ ആൻസൂട്ടൻ ബാസ്കിമോന്റെ ബർത്ത്ഡേ പായസം കുടിക്കുവാണ് കേട്ടോ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. മഴയങ്ങ് കനത്തു. ഞാനും ആൻസൂട്ടനോട് കൂടി വൈകുന്നേരം കിടന്നങ്ങ് ഉറങ്ങിപ്പോയെന്നേ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. ബർത്ത്ഡേ ബോയ് ആണെങ്കിൽ ഇതിലെ തുള്ളിക്കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. പായസം അടിപൊളിയാണ്. നിറപ്പറയുടെ സേമിയയും പിന്നെ ജീവ മിൽക്കാണോ ഏതായിരുന്നടാ അത്? ജീവയല്ലായിരുന്നോ? മിൽക്കും. ഇതാ ബർത്ത്ഡേ ബോയ് ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ തുള്ളിക്കളിച്ച. ബർത്ത്ഡേ ബോയ് പോയി പാലൊക്കെ കുടിച്ച്. പഞ്ചസാര ആയതുകൊണ്ടാണ് ബർത്ത്ഡേ ബോയ്ക്ക് അധികം അങ്ങ് പായസം ഒന്നും അങ്ങ് കൊടുക്കാത്ത കേട്ടോ. ആ ചക്രക്കുട്ടൻ ബാസ്കുവേ, ഞങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോയി. നീ എവിടെ ആണെന്ന് ചക്രക്കുട്ടൻ ബാസ്കുവേ. കൂട്ടുകാരെ അങ്ങനെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ വെണ്ടപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഏതായാലും ഒരുപാട് ഹാപ്പിയാണ്. ആൻസൂട്ടനും ഒരുപാട് ഹാപ്പിയാണ്. ദേടാ ഇതെടുത്ത് വെച്ചിട്ടില്ലല്ലോടാ. ആൻസൂട്ടൻ്റെ കാല് കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഡെറ്റോളൊക്കെ ഇടയ്ക്ക് വെച്ച് കോട്ടണൊക്കെ വെച്ച് ഡെറ്റോളൊക്കെ തേച്ച് ബാൻഡേജ് കൊട്ടിക്കുമായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആഘോഷത്തിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പം അങ്ങനെ ഇല്ലാത്തതിൻ്റെ ഒരു വേദന അവനിൽ ഞാൻ കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് അവനെ ഞാനിങ്ങ് ഏറ്റെടുത്തത്. അതിനിപ്പം 1 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ബാസ്കിമോൻ ഇവിടെ വളരെ ഹാപ്പിയാണ്. ഇതെന്നെ ഈ ബലൂണും കൊണ്ട് തന്നെ. ബാസ്കിമോൻ ഇവിടെ വളരെ ഹാപ്പിയാണ്. ആൻസൂട്ടൻ ഹാപ്പി അല്ലേ ബാസ്കുവിനെ കിട്ടിയതില്? കളിക്കാൻ ആരും ഇല്ലാതിരുന്ന ആൻസുകൂട്ടന് ഒരു ബാസ്കിക്കൂട്ടനെ കിട്ടിക്കഴിഞ്ഞപ്പം അതിലേറെ ഹാപ്പിയാണ്. ബാസ്കിമോനെ ഇതുപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ
ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല കുട്ടിയാണ് കേട്ടോ ബാസ്കിമോൻ. നമ്മൾ പറഞ്ഞാൽ പറയുന്നത് പോലെ ചെയ്യും. ഒരു കാര്യം പോലും ബീഫോ എന്തോ ഇവിടെ വെച്ചാലോ ബാസ്കിമോൻ ജസ്റ്റ് ഒന്ന് തലപൊക്കെ നോക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അവൻ പക്ഷെ ഏരിയയിലേക്കേ പോകാറില്ല. അത്രയ്ക്ക് നല്ല കുട്ടിയാണ്. അപ്പോൾ കുറേ നാൾ ബാസ്കിമോൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ബാസ്കിമോനെ ദീർഘായുസ് ആശംസിക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. പാവത്തിന് അറിയത്തില്ല അതിന് വേണ്ടിയിട്ട് നടത്തിയൊരു ആഘോഷമാണെന്നൊന്നും അതിനറിയത്തില്ല. പക്ഷെ ഉള്ളുകൊണ്ട് അത് ഹാപ്പി ആയിട്ടുണ്ടാകും. കാരണം ഇതുപോലെ കേക്കൊക്കെ മുറിച്ച് കുറേയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പൊട്ടിക്കരുതിട്ടാടാ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ട ഇങ്ങോട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അണിയിലൊന്ന് ഞെക്കുക. അപ്പൊ വീണ്ടും വീണ്ടും വരുമ്പോഴേക്കും Bye.